ട്രേഡിംഗ് ഗ്രൂപ്പുകൾ ശരിക്കും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണോ? ലെറ്റ്സ് ഡിസ്കസ്. എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ട്രേഡിംഗ് ഗ്രൂപ്പുകൾ എന്നത് ഒരിക്കലും ഹെൽപ്ഫുൾ അല്ല. ഫോർ എക്സാമ്പിൾ 10 പേരുള്ള ഒരു ട്രേഡിംഗ് ഗ്രൂപ്പ് എടുക്കുക. അതിലെ തന്നെ 2 മെമ്പേഴ്സ് ആണ് നിങ്ങളും ഞാനും. ഇന്ന് രാവിലെ നിങ്ങൾ ഒരു ട്രേഡ് അനാലിസിസ് പോസ്റ്റ് ചെയ്യുന്നു. അത് പ്രകാരം ഇന്ന് നമ്മൾ ബൈ ആണ് എടുക്കേണ്ടത്. അറ്റ് ദ സെയിം ടൈം ഞാനും അവിടെ ഒരു അനാലിസിസ് പോസ്റ്റ് ചെയ്യുന്നു. പക്ഷേ എന്റെ അനാലിസിൽ എനിക്ക് സെല്ലാണ് കിട്ടിയത്. ഈ സിറ്റുവേഷനിൽ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ അനാലിസിലുള്ള കോൺഫിഡൻസ് നഷ്ടമാകും. അതുകൊണ്ട് തന്നെ ആ ട്രേഡ് ചിലപ്പോൾ നമ്മൾ എടുക്കാറില്ല. മിക്ക ആൾക്കാരും ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ബിഗിനിങ് സ്റ്റേജിൽ ഞാനും ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു സ്കില്ലിനെ പോലെ അല്ല ട്രേഡിംഗ് എന്നത് ഒരു വൺ മാൻ ഗെയിമാണ്. ഇവിടെ നമ്മൾ മറ്റൊരു വ്യക്തി എടുത്ത് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് തന്നെയാണ് ഇല്ലാതാകുന്നത്. ഇത് എത്ര കാലം മുന്നോട്ട് പോകുന്നോ അത്രയും കാലം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുക എന്നുള്ളതാണ് സത്യം. ട്രേഡിംഗിൽ സക്സസ് ആവാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഒരു സ്ട്രാറ്റജി പഠിക്കുക, അത് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അത് ഏതൊക്കെ ടൈമിൽ വർക്ക് ചെയ്യും, ഏതൊക്കെ ടൈമിലാണ് വർക്ക് ചെയ്യാത്തത് എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുക. ഈ ഒരു രീതി ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് കൺസിസ്റ്റൻസി ജനറേറ്റ് ചെയ്യാൻ പറ്റൂ. അല്ലാത്ത പക്ഷം ഗ്രൂപ്പുകളിൽ ചാറ്റ് ചെയ്തും ഡൗട്ട്സ് ഡിസ്കസ് ചെയ്തും നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ യു വിൽ നോട്ട് ബി സക്സസ്ഫുൾ. തിങ്ക് വൈസ്ലി. ലെറ്റ്സ് ഗ്രോ ടുഗദർ.